ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. തേങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക, വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സവാള അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, വെറുതെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയാൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ. തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും കൂടി ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. 1 മിനിറ്റ് നേരത്തേക്ക് ഈ പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്യും. ഇനി ഇതിനൊരു പേസ്റ്റ് അരയ്ക്കണം. അതിനായിട്ട് ഇവിടെ തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, കരിവേപ്പില, ചുവന്ന മുളക്, പച്ചമുളക്, ഒരു പട്ട, ഗ്രാമ്പൂ, പിന്നെ 2 കുരുമുളക്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് വറുത്തിട്ട് വേണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടായാൽ മതി. പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ തേങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ കറി നന്നായി തിളച്ച് റെഡി ആയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ വിളങ്ങാം. അപ്പോൾ ഈ മിക്സ് വെജ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു കറിയാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.